എന്നാലും ആന്റി, ആഫ്റ്റർ ഓൾ ഒരു എംപ്ലോയിക്ക് വേണ്ടി രാജു എന്തിനാ എന്നോട് ഇത്രയും ബലം പിടിക്കുന്നത്? അവൻ അങ്ങനെയാ മോളെ. ആത്മാർത്ഥതയുള്ളവരോടൊപ്പം അവനെന്നും ഉണ്ടാവും. അവർക്ക് വേണ്ടി ഏതറ്റം വരെ അവൻ പോവും. അവന്റെ സ്വഭാവം ഒരിക്കലും മാറൂല. മാറ്റാൻ ശ്രമിച്ചാലോ ശ്രമിക്കുന്നവരുടെ സമയം പാഴാവേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട. ആന്റി പറഞ്ഞില്ലേ, മോളുടെ ഏത് ആഗ്രഹത്തിനും ഈ ആന്റി കൂടെയുണ്ട്. ഹലോ, ഡിസൈനർ മാഡം ഒന്ന് നിന്നേ. എന്താ ഡിസൈനർ മാഡം ഇങ്ങനെ ചെയ്യുന്നേ? പഴയ കാമുകന്റെ വിവാഹം നടക്കാൻ പോവാന്നുള്ള വിഷമമൊന്നും ഈ മുഖത്ത് കാണുന്നില്ലല്ലോ. അതെന്തു പറ്റി? എല്ലാവരും കാണുന്ന കിനാവുകളൊക്കെ നടക്കണം എന്നില്ലല്ലോ റോഷ്നി മാഡം. റോഷ്നി മാഡത്തിന്റെ മനസ്സിലുണ്ട് ചില ആഗ്രഹങ്ങളല്ലേ. അത് ചിലപ്പോ നടക്കാം, നടക്കാതെയും പോവാം. നടക്കാതെ പോവാനാ ചാൻസ് കൂടുതൽ കേട്ടോ. അത് നമുക്ക് കണ്ടറിയാം ഋതികെ. നിനക്കറിയാം, പക്ഷെ നീ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നീ രാജുവിന്റെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് രാജുവിന്റെ വീട്ടുകാർക്ക്. നിലവിലെ സാഹചര്യം അനുസരിച്ച് നിന്നെ ഒരിക്കലും രാജുവിന്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നീയും രാജുവും ഒന്നിക്കാനേ പോകുന്നില്ല. റോഷ്നി മാഡം, മാഡത്തിന് അറിയാമായിരുന്നിട്ടും മാഡം മറന്നു പോകുന്നൊരു കാര്യം ഞാൻ മാഡത്തിന് പറഞ്ഞു തരട്ടെ. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്കിടയിൽ ഒരു മാജിക് ഉണ്ട്. എത്ര അകന്ന് കഴിയേണ്ടി വന്നാലും അവരുടെ മനസ്സുകൾക്കിടയിൽ അകലം ഉണ്ടാവുകയില്ല. രാജുവും ഞാനും 2 വർഷക്കാലം പരസ്പരം വേർപിരിഞ്ഞു നിന്നു. ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞില്ല, സംസാരിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ അതിനർത്ഥം എന്നേക്കുമായി ഞങ്ങൾ പരസ്പരം അകന്നു എന്നല്ല. ഞങ്ങൾ 2 പേരും ചിന്തിക്കുന്നത് ഒരേ രീതിയിലാ. ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഞങ്ങൾ എങ്ങനെ പിരിയും റോഷ്നി മാഡം? ഋതികയിൽ നിന്നും രാജു ഒരിക്കലും അകലില്ല. കാരണം രാജു എന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ എന്റെ ഭർത്താവാ. ഋതികയുടെ അവസാന ശ്വാസം വരെ ഈ ഹൃദയത്തിനുള്ളിൽ രാജു ഉണ്ടാവും. എന്റെ ജീവന രാജു.